In this video, I will explain about fundamental rights from Article 23 to 32. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3യിൽ ആർട്ടിക്കിൾ 12 to 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 12 to 22 വരെയുള്ള ആർട്ടിക്കിൾസ് പ്രീവിയസ് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സോ ദിസ് വീഡിയോ ഇൻക്ലൂഡ്സ് ആർട്ടിക്കിൾ 23 to 32, അതായത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ 23 and 24, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ 25 to 28, Cultural and Educational Rights, Article 29 and 30, Right to Constitutional Remedies, Article 32. First one, Right Against Exploitation. ഇതിൽ രണ്ട് ആർട്ടിക്കിൾസ് ഉൾപ്പെടുന്നു. ഫസ്റ്റ് വൺ, ആർട്ടിക്കിൾ 23, Prohibition of Traffic in Human Beings and Forced Labor. ആർട്ടിക്കിൾ 23 മനുഷ്യക്കടത്തും ഭിക്ഷാടനം, ബെഗ്ഗർ പോലുള്ള നിർബന്ധിത തൊഴിലുകളും വിലക്കുന്നു. ഈ വ്യവസ്ഥയുടെ ലംഘനം നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമായിരിക്കും. ഈ അവകാശം സിറ്റിസൺസിനും നോൺ സിറ്റിസൺസിനും ലഭ്യമാണ്. ഈ വ്യവസ്ഥ വ്യക്തിയെ ഭരണകൂടത്തിനെതിരെ മാത്രമല്ല സ്വകാര്യ വ്യക്തികൾക്കെതിരെയും സംരക്ഷിക്കുന്നു. ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് എന്നതിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വിൽപ്പനച്ചരക്കുകളായി വിൽക്കുന്നതും വാങ്ങുന്നതും, സ്ത്രീകളെയും കുട്ടികളെയും വെച്ച് നടത്തുന്ന പ്രോസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെയുള്ള ഇമ്മോറൽ ട്രാഫിക്കിംഗ്, ദേവദാസി സമ്പ്രദായം, അടിമത്തം അഥവാ സ്ലേവറി തുടങ്ങിയവ ഉൾപ്പെടുന്നു. ഇത്തരം പ്രവൃത്തികളെ ശിക്ഷിക്കുന്നതിനായി 1956 ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് പാർലമെന്റ് നിർമ്മിച്ചിട്ടുണ്ട്. ഭിക്ഷക്കാരൻ അഥവാ ബെഗർ എന്നതിന്റെ അർത്ഥം പ്രതിഫലമില്ലാതെയുള്ള നിർബന്ധിത ജോലി എന്നാണ്. പണ്ടുകാലങ്ങളിൽ കൂലി നൽകാതെ തന്നെ സേവനങ്ങൾ ചെയ്തു നൽകുവാൻ പ്രാദേശിക സമീന്ദാറുകൾ അവരുടെ കുടിക്കിടപ്പുകാരെ അഥവാ വാടകക്കാരെ നിർബന്ധിക്കാറുണ്ടായിരുന്ന ഒരു പ്രത്യേക ഇന്ത്യൻ സമ്പ്രദായമായിരുന്നു ഇത്. ഭിക്ഷാടനത്തിന് പുറമെ ആർട്ടിക്കിൾ 23 ബോണ്ടഡ് ലേബർ പോലുള്ള മറ്റു നിർബന്ധിത തൊഴിലുകളും വിലക്കുന്നു. നിർബന്ധിത തൊഴിൽ അഥവാ ഫോഴ്സ്ഡ് ലേബർ എന്ന വാക്കിന്റെ അർത്ഥം ഒരു വ്യക്തിയെ അവന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ്. ഫിസിക്കലി ഓർ ലീഗലി ഫോഴ്സ് ചെയ്യുന്നതിനെ മാത്രമല്ല, സാമ്പത്തിക സാഹചര്യങ്ങളിൽ നിർബന്ധിക്കുന്നതിനെയും ഫോഴ്സ് എന്ന വേർഡ് സൂചിപ്പിക്കുന്നു. അതായത് മിനിമം വേജിനേക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നതിനെയും ഫോഴ്സ്ഡ് ലേബർ എന്ന് പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബോണ്ടഡ് ലേബർ സിസ്റ്റം ആക്ട്, മിനിമം വേജസ് ആക്ട്, കോൺട്രാക്ട് ലേബർ ആക്ട്, ഈക്വൽ വേജസ് ആക്ട് തുടങ്ങിയ നിയമങ്ങൾ നിർമ്മിച്ചു. ആർട്ടിക്കിൾ 23 ഈ വ്യവസ്ഥയ്ക്ക് ഒരു എക്സെപ്ഷൻ വയ്ക്കുന്നു. പൊതു ആവശ്യങ്ങൾക്കായി നിർബന്ധിത സേവനം ഏർപ്പെടുത്താൻ ഇത് സ്റ്റേറ്റിനെ അനുവദിക്കുന്നു. ഉദാഹരണത്തിന് മിലിറ്ററി അല്ലെങ്കിൽ സോഷ്യൽ സർവീസുകൾക്ക് ഇത് ബാധകമല്ല. എന്നിരുന്നാലും അത്തരം സേവനം ഏർപ്പെടുത്തുന്നതിൽ മതം, വംശം, ജാതി, വർഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള ഡിസ്ക്രിമിനേഷന് സ്റ്റേറ്റിന് അനുവാദമില്ല. അതായത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ വോളണ്ടറി സർവീസസിൽ സിറ്റിസണിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെ ഫോഴ്സ്ഡ് ലേബറായി കണക്കാക്കാൻ കഴിയില്ല. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 24, പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് എക്സെട്ര, അതായത് ചൈൽഡ് ലേബർ നിരോധിക്കുന്നത്. ആർട്ടിക്കിൾ 24 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഏതെങ്കിലും ഫാക്ടറി, ഖനി അല്ലെങ്കിൽ അപകടകരമായ കൺസ്ട്രക്ഷൻ വർക്ക് ഓർ റെയിൽവേ പോലുള്ള ജോലികൾ ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. എന്നാൽ നിരുപദ്രവകരം ആയ, അതായത് ഹാംലെസ് ആയിട്ടുള്ള ഏതെങ്കിലും ജോലികൾ ചെയ്യുന്നതിനെ ഇത് വിലക്കുന്നില്ല. അതായത് ഫാമിലി ഓൺ ബിസിനസ് ചെയ്യുന്നത് കുറ്റമല്ല. ഒരു കർഷകന്റെ മക്കൾ ഫാമിലിക്ക് വേണ്ടി അവരുടെ സ്ഥലത്ത് ജോലി എടുക്കുന്നതിനെ കുറ്റമായി കണക്കാക്കില്ല. എന്നാൽ വെക്കേഷൻ ടൈമിനോ സ്കൂൾ ടൈമിന് ശേഷമോ മാത്രമേ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. സോ സ്കൂൾ ടൈമിനെ ബാധിക്കാത്ത രീതിയിൽ ഹസാഡസ് അല്ലാത്ത പ്ലേസിൽ മാത്രമേ കുട്ടികൾക്ക് ജോലി ചെയ്യാൻ കഴിയുകയുള്ളൂ. 1986 ബാലവേല നിരോധന നിയന്ത്രണ നിയമം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ്. കൂടാതെ എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ആക്ട്, ഫാക്ടറീസ് ആക്ട്, മൈൻസ് ആക്ട്, മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട്, പ്ലാന്റേഷൻ ലേബർ ആക്ട്, മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട്, അപ്രന്റിസ് ആക്ട്, ബീഡി ആൻഡ് സിഗാർ വർക്കേഴ്സ് ആക്ട്, സമാനമായ മറ്റ് നിയമങ്ങൾ എന്നിവ നിശ്ചിത പ്രായത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് ജോലി നൽകുന്നതിനെ നിരോധിക്കുന്നു. 1996 ചൈൽഡ് ലേബർ റീഹാബിലിറ്റേഷൻ വെൽഫെയർ ഫണ്ട് സ്ഥാപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കൂടാതെ ആ ഫണ്ടിലേക്ക് കുറ്റവാളികളായ തൊഴിലുടമകൾ ജോലിക്ക് നിയമിച്ച ഓരോ കുട്ടിക്കും വേണ്ടി 20,000 രൂപ പിഴയും നൽകണം. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും
പോഷകാഹാരം നൽകുന്നതിനും ഉള്ള നിർദ്ദേശങ്ങളും ഇത് ഇഷ്യൂ ചെയ്തു. കുട്ടികളുടെ അവകാശങ്ങളുടെ ലംഘനം, കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ വേഗത്തിൽ വിചാരണ നടത്തുന്നതിനായി ചിൽഡ്രൻസ് കോർട്ടും കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സ്റ്റേറ്റ് ആൻഡ് നാഷണൽ കമ്മീഷനുകളും സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് 2005 ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കിയത്. ഹോട്ടലുകൾ, ധാബകൾ, റെസ്റ്റോറന്റുകൾ, ഷോപ്പുകൾ, ഫാക്ടറികൾ, സ്പാസ്, റിസോർട്ടുകൾ, ചായക്കടകൾ തുടങ്ങിയ ബിസിനസ് സ്ഥാപനങ്ങളിൽ വീട്ടുജോലിക്കാരായോ തൊഴിലാളികളായോ കുട്ടികളെ ഉപയോഗിക്കുന്നത് 2006 സർക്കാർ നിരോധിച്ചു. ഇത് പ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് ഉപയോഗിക്കുന്നവർ ശിക്ഷാ നടപടിക്ക് വിധേയമാവുമെന്ന് മുന്നറിയിപ്പും നൽകി. 2016 ചൈൽഡ് ലേബർ ആക്ട് 1986 അമെൻഡ് ചെയ്തു. ഇത് പ്രിൻസിപ്പൽ ആക്ടിനെ ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ ആക്ട് 1986 എന്ന് പുനർനാമകരണം ചെയ്തു. നെക്സ്റ്റ് ഈസ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ഇതിൽ ആർട്ടിക്കിൾ 25 to 28 ഉൾപ്പെടുന്നു. റിലീജിയൻ എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് സെക്യുലറിസം എന്ന വേർഡാണ്. ഇന്ത്യൻ സെക്യുലറിസം ഒരു സ്പെഷ്യൽ ബ്രാൻഡ് തന്നെയാണ്. ഇത് വെസ്റ്റേൺ ഡെഫിനിഷൻ ഓഫ് സെക്യുലറിസത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്നു. ഇന്ത്യയിൽ സ്റ്റേറ്റിന് സ്പെഷ്യലായി റിലീജിയൻ ഇല്ല. അതായത് ഹിന്ദു റിപ്പബ്ലിക് എന്നോ ഇസ്ലാം റിപ്പബ്ലിക് എന്നോ പരാമർശിക്കാതെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ് സ്റ്റേറ്റ് വിശേഷിപ്പിക്കപ്പെടുന്നത്. കൂടാതെ വെസ്റ്റേൺ ഡെഫിനിഷൻ ഓഫ് സെക്യുലറിസം എന്നാൽ ഡിവോഴ്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സ്റ്റേറ്റിന്റെ കാര്യങ്ങളിൽ റിലീജിയനും റിലീജിയസ് കാര്യങ്ങളിൽ സ്റ്റേറ്റും ഇടപെടില്ല. എന്നാൽ ഇന്ത്യയിൽ നോ ഡിവോഴ്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ എന്നതാണ് കാഴ്ചപ്പാട്. ഇന്ത്യയിൽ ഏത് റിലീജിയനും അവരുടേതായ രീതിയിൽ നിയമാനുസൃതമായ ആരാധന നടത്താം. സ്റ്റേറ്റ് അത്തരം കാര്യങ്ങളിൽ ഇടപെടില്ല. എന്നാൽ രാജ്യത്തിന് എതിരായോ ഒരു വ്യക്തിയുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലോ നിയമത്തിനെതിരെയോ റിലീജിയൻ പ്രവർത്തിച്ചാൽ സ്റ്റേറ്റിന് അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും. അതാണ് ഇവിടെ നോ ഡിവോഴ്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്റ്റേറ്റിന് റിലീജിയനിൽ ഇൻട്രസ്റ്റ് ഇല്ല എങ്കിലും സ്റ്റേറ്റ് അതുമൂലമുണ്ടാകാവുന്ന ഹാംഫുൾ ആക്ടിവിറ്റിയെ പ്രതിരോധിക്കും. അതായത് സ്റ്റേറ്റ് റിലീജിയന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല, പകരം വാച്ച്ഫുൾ ആയിരിക്കും. സോ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനിൽ 4 ആർട്ടിക്കിൾ ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 25 ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. ആർട്ടിക്കിൾ 25 അനുസരിച്ച് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ മതസ്വാതന്ത്ര്യത്തിനും സ്വന്തം റിലീജിയൻ സ്വതന്ത്രമായി ആചരിക്കാനും പ്രചരിപ്പിക്കാനും അവകാശമുണ്ട്. ഇതിൽ ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് എന്നത് ഒരു വ്യക്തിക്ക് ദൈവവുമായോ സൃഷ്ടികളുമായോ ഉള്ള ബന്ധം അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ രൂപപ്പെടുത്താനുള്ള ഇന്നർ ഫ്രീഡത്തെ സൂചിപ്പിക്കുന്നു. റൈറ്റ് ടു പ്രൊഫസ് എന്നാൽ ഒരാളുടെ മതവിശ്വാസം പരസ്യമായും സ്വതന്ത്രമായും പ്രഖ്യാപിക്കുവാനുള്ള അവകാശത്തെ സൂചിപ്പിക്കുന്നു. റൈറ്റ് ടു പ്രാക്ടീസ് എന്നാൽ മതാരാധന, ആചാരങ്ങൾ, ചടങ്ങുകൾ, വിശ്വാസങ്ങളുടെയും ആശയങ്ങളുടെയും പ്രദർശനം എന്നിവയ്ക്കുള്ള അവകാശം. റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് എന്നാൽ ഒരാളുടെ മതവിശ്വാസം മറ്റുള്ളവർക്ക് കൈമാറുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ ഒരാളുടെ മതത്തിന്റെ തത്വങ്ങൾ വെളിപ്പെടുത്തുക എന്നതിനുള്ള അവകാശം. പക്ഷേ മറ്റൊരാളെ സ്വന്തം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള അവകാശം ഇതിൽ ഉൾപ്പെടുന്നില്ല. നിർബന്ധിത മതപരിവർത്തനം എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ഉറപ്പു നൽകുന്ന ഫ്രീഡം ഓഫ് കോൺഷ്യൻസിനെ ബാധിക്കുന്നു. മേൽപ്പറഞ്ഞവയിൽ നിന്ന് ആർട്ടിക്കിൾ 25 മതവിശ്വാസങ്ങളെ മാത്രമല്ല മതപരമായ ആചാരങ്ങളെയും ഉൾക്കൊള്ളുന്നുവെന്ന് വ്യക്തമാണ്. മാത്രമല്ല ഈ അവകാശങ്ങൾ എല്ലാ വ്യക്തികൾക്കും, അതായത് സിറ്റിസൺസിനും നോൺ സിറ്റിസൺസിനും ലഭ്യമാണ്. എന്നിരുന്നാലും ഈ അവകാശങ്ങൾ പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾക്ക് വിധേയമാണ്. അതായത് പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നിവ ആർട്ടിക്കിൾ 25 എക്സെപ്ഷൻസ് ആണ്. ദാറ്റ് മീൻസ് ഈ 4 കാര്യങ്ങൾ ലംഘിക്കുവാൻ ആർട്ടിക്കിൾ 25 കഴിയില്ല. കൂടാതെ റിലീജിയസ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സാമ്പത്തികമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതേതരമോ ആയ മറ്റു പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുവാനും സാമൂഹിക ക്ഷേമത്തിനും പരിഷ്കരണത്തിനും അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ഹിന്ദുമത സ്ഥാപനങ്ങളെ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ലഭ്യമാക്കുന്നതിനും സ്റ്റേറ്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ഈ 2 എക്സെപ്ഷൻസ് കൂടി ഈ ആർട്ടിക്കിളിലുണ്ട്. ആർട്ടിക്കിൾ 25 2 വിശദീകരണങ്ങളുണ്ട്. ഒന്ന്, കിർപാൻ ധരിക്കുന്നതും ചുമക്കുന്നതും സിഖ് മതത്തിന്റെ പ്രൊഫഷനിൽ ഉൾപ്പെടുത്തണം എന്നതാണ്.
കിർപാൻ എന്നാൽ സോഡ് അഥവാ വാൾ. ഇവിടെ കിർപാൻ അഥവാ സോഡ് എന്നത് സിഖ് റിലീജിയന്റെ സിംബോളിക് ഫീച്ചർ ആണ്. അത് അവരുടെ ആചാരത്തിന്റെയും റിലീജിയന്റെയും പ്രധാന ഭാഗമായതിനാൽ കിർബാൻ ധരിക്കുന്നത് ഒരു ആയുധധാരണമായി കണക്കാക്കുന്നില്ല. ഇവിടെ കിർബാൻ ധരിക്കുന്നതും വർഷിപ്പ് ചെയ്യുന്നതും റിലീജിയന്റെ ഭാഗമായി കണക്കാക്കുകയും അതിനെ ഒരു ആയുധമായി ഉപയോഗിക്കുകയും ചെയ്യാത്തതിനാൽ കിർബാൻ ആരാധനയിൽ ഉൾപ്പെടുത്തുവാനും ധരിക്കുവാനും സിഖ് മതസ്ഥർക്ക് നിയമപരമായി അധികാരമുണ്ട്. ഇവിടെ ഒരു സിഖ് വംശജൻ കിർബാൻ ധരിച്ചാൽ ആ വ്യക്തിയെ ഒരു ആയുധധാരിയായി കണക്കാക്കേണ്ടതില്ല എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം കിർബാൻ ഉൾപ്പെടെയുള്ള 5 കാര്യങ്ങൾ സിഖ് വംശജർ ഡോക്ട്രിനായി കണക്കാക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഹിന്ദു എന്നതിൽ സിഖ്സ്, ജൈൻസ് ആൻഡ് ബുദ്ധിസ്റ്റ് എന്നിവരും ഉൾപ്പെടുന്നു. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 26, ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. ആർട്ടിക്കിൾ 26 അനുസരിച്ച് എല്ലാ മതവിഭാഗങ്ങൾക്കും അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും വിഭാഗത്തിനും ഇനി പറയുന്ന അവകാശങ്ങൾ ഉണ്ടായിരിക്കും. ഫസ്റ്റ് വൺ, മതപരവും ജീവകാരുണ്യപരവുമായുള്ള ആവശ്യങ്ങൾക്കായി സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള അവകാശം. സെക്കൻഡ് വൺ, ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങൾ മതപരമായ കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യാനുള്ള അവകാശം. തേർഡ് വൺ, മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സ്വന്തമാക്കാനുള്ള അവകാശം. ഫോർത്ത് വൺ, നിയമപ്രകാരം അത്തരം പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യാനുള്ള അവകാശം. ഈ പറഞ്ഞ 4 കാര്യങ്ങളും എല്ലാ മതവിഭാഗങ്ങളുടെയും അവകാശങ്ങളിൽ ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 25 വ്യക്തികളുടെ അവകാശങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നു. ആർട്ടിക്കിൾ 26 മതവിഭാഗങ്ങളുടെ അവകാശങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആർട്ടിക്കിൾ 26 മതത്തിന്റെ കൂട്ടായ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നു. ആർട്ടിക്കിൾ 25 ഇൻഡിവിജ്വൽ റൈറ്റ്സിനെയും ആർട്ടിക്കിൾ 26 കളക്റ്റീവ് റൈറ്റ്സിനെയും സൂചിപ്പിക്കുന്നു. ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള അവകാശങ്ങൾ പോലെ ആർട്ടിക്കിൾ 26 പ്രകാരമുള്ള അവകാശങ്ങളും പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത് എന്നിവയ്ക്ക് വിധേയമാണ്. എന്നാൽ ആർട്ടിക്കിൾ 26 ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട മറ്റ് വ്യവസ്ഥകൾക്ക് വിധേയമല്ല. ഒരു മതവിഭാഗം 3 നിബന്ധനകൾ പാലിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ആത്മീയക്ഷേമത്തിന് ഉതകുന്നതായി കരുതുന്ന ഒരു വിശ്വാസ വ്യവസ്ഥ അഥവാ ഉപദേശങ്ങളുടെ ശേഖരം ഉള്ള വ്യക്തികളുടെ ഒരു കൂട്ടായ്മ ആയിരിക്കണം എന്നും ഒരു പൊതുസംഘടന അഥവാ കോമൺ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം എന്നും ഒരു പ്രത്യേക നാമത്തിൽ അറിയപ്പെടണം എന്നും ഇവ വ്യക്തമാക്കുന്നു. മേൽപ്പറഞ്ഞ മാനദണ്ഡങ്ങൾക്കനുസൃതമായി രാമകൃഷ്ണ മിഷൻ, ആനന്ദമാർഗ എന്നിവ ഹിന്ദു റിലീജിയസ് ഡിനോമിനേഷൻസ് ആണെന്നും അറോബിന്ദോ സൊസൈറ്റി ഒരു റിലീജിയസ് ഡിനോമിനേഷൻ അല്ലെന്നും സുപ്രീം കോടതി വിലയിരുത്തി. ഇവിടെ ആർട്ടിക്കിൾ 25 ഇൻഡിവിജ്വൽ റൈറ്റിനെയും ആർട്ടിക്കിൾ 26 കളക്റ്റീവ് റൈറ്റിനെയും സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. ശബരിമല കേസിൽ ശബരിമല റിലീജിയസ് ഡിനോമിനേഷൻ ആണെന്നും അതിനാൽ ആർട്ടിക്കിൾ 26ന്റെ കീഴിലാണ് വരുന്നതെന്നും ഡിഫൻഡർ വാദമുന്നയിച്ചു. എന്നാൽ ആർട്ടിക്കിൾ 25ന്റെ പരിധിയിലാണ് ശബരിമല വരുന്നതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഇത് തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. കാരണം ആർട്ടിക്കിൾ 25ൽ 4 എക്സെപ്ഷൻസും ആർട്ടിക്കിൾ 26ൽ 3 എക്സെപ്ഷൻസും ആണുള്ളത്. അതായത് പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നീ എക്സെപ്ഷൻസ് ആർട്ടിക്കിൾ 25നും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒഴികെയുള്ള ബാക്കി 3 എക്സെപ്ഷൻസ് ആർട്ടിക്കിൾ 26നും ബാധകമാണ്. ശബരിമല റിലീജിയസ് ഡിനോമിനേഷൻ ആണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നത് ബാധകമല്ല. എന്നാൽ സുപ്രീം കോർട്ടിന്റെ അഭിപ്രായ പ്രകാരം ശബരിമല കേസ് ആർട്ടിക്കിൾ 25ന്റെ പരിധിയിൽ, അതായത് ഹിന്ദു മതത്തിന്റെ ആചാരത്തെ സംബന്ധിച്ച കേസ് ആയതിനാൽ സ്ത്രീകൾക്ക് പ്രവേശനം നിരോധിക്കുന്നത് ആർട്ടിക്കിൾ 14, 15, 19, 21, 25 എന്നിവയുടെ ലംഘനമാണെന്നും കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ട് നിയമവിരുദ്ധമാണെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. എന്നാൽ ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് റിവ്യൂ പെറ്റീഷൻസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റിയെയും 15 ഇൻഡിസ്ക്രിമിനേഷനെയും 19 സ്വാതന്ത്ര്യത്തെയും 21 ലിബർട്ടിയെയും സൂചിപ്പിക്കുന്നു. ഇവിടെ ആർട്ടിക്കിൾ 25ലും 26ലും വെച്ചിരിക്കുന്ന എക്സെപ്ഷൻസ് അവയുടെ സ്വഭാവത്തിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ഈ 2 ആർട്ടിക്കിളിന്റെയും വ്യാപ്തി വ്യക്തമാക്കുന്നത്. ശബരിമല കേസിലുണ്ടായ സുപ്രീം കോർട്ട് ഉത്തരവിനെ പറ്റി മാത്രമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. കേസ് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ റിലീജിയസ് കാര്യങ്ങളിലുള്ള എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ പ്രാക്ടീസുകളെ പറ്റിയും മനസ്സിലാക്കണം. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 27, ഫ്രീഡം ഫ്രം ടാക്സേഷൻ ഫോർ പ്രൊമോഷൻ ഓഫ് എ റിലീജിയൻ. ആർട്ടിക്കിൾ 27 പ്രകാരം ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെയോ മതവിഭാഗത്തിന്റെയോ ഉന്നമനത്തിനോ പരിപാലനത്തിനോ ഒരു വ്യക്തിയും നികുതി അടയ്ക്കാൻ നിർബന്ധിതനാകില്ല.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ ഉന്നമനത്തിനോ പരിപാലനത്തിനോ വേണ്ടി പബ്ലിക് ഫണ്ട് അഥവാ നികുതി വഴി ശേഖരിക്കുന്ന പൊതുപണം സ്റ്റേറ്റ് ചെലവഴിക്കരുത്. ഈ വ്യവസ്ഥ ഒരു മതത്തെ മാറ്റി നിർത്തി മറ്റൊന്നിനെ അനുകൂലിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും പിന്തുണയ്ക്കുന്നതിലും നിന്ന് സ്റ്റേറ്റിനെ വിലക്കുന്നു. എല്ലാ മതങ്ങളുടെയും ഉന്നമനത്തിനോ പരിപാലനത്തിനോ നികുതി ഉപയോഗിക്കാം എന്നാണ് ഇതിനർത്ഥം. ഈ വ്യവസ്ഥ നികുതി അടയ്ക്കുന്നത് മാത്രമേ നിരോധിക്കുന്നുള്ളൂ, ഫീസ് നിരോധിക്കുന്നില്ല. കാരണം ഫീസ് വാങ്ങുന്നതിന്റെ ഉദ്ദേശ്യം മതസ്ഥാപനങ്ങളുടെ മതേതര ഭരണം നിയന്ത്രിക്കുക എന്നതാണ്. അല്ലാതെ റിലീജിയൻ പ്രൊമോട്ട് ചെയ്യുന്നതിനോ പരിപാലിക്കുന്നതിനോ അല്ല ഫീസ് ഈടാക്കുന്നത്. അതിനാൽ ചില പ്രത്യേക സേവനങ്ങളോ സുരക്ഷാ നടപടികളോ നൽകുന്നതിന് തീർത്ഥാടകരിൽ നിന്ന് ഫീസ് ഈടാക്കാം. അതുപോലെ നിയന്ത്രണ ചെലവുകൾ നിറവേറ്റുന്നതിനായി മതപരമായ എൻഡോവ്മെന്റുകൾക്ക് ഒരു ഫീസ് ഈടാക്കാവുന്നതാണ്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 28, ഫ്രീഡം ഫ്രം അറ്റൻഡിങ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ്. ആർട്ടിക്കിൾ 28 പ്രകാരം സ്റ്റേറ്റ് ഫണ്ടുകൾ വഴി പൂർണ്ണമായും പരിപാലിക്കുന്ന, അതായത് പൂർണ്ണമായും സ്റ്റേറ്റിന് കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ നിർദ്ദേശങ്ങൾ നൽകാൻ പാടില്ല. എന്നിരുന്നാലും ഈ വ്യവസ്ഥ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഡ് ആയിട്ടുള്ള ഏതെങ്കിലും എൻഡോവ്മെന്റ് അല്ലെങ്കിൽ ട്രസ്റ്റിന് കീഴിൽ സ്ഥാപിതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബാധകമല്ല. അതായത് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയും. കൂടാതെ സ്റ്റേറ്റ് അംഗീകരിച്ചതോ സ്റ്റേറ്റ് ഫണ്ടുകളിൽ നിന്ന് സഹായം സ്വീകരിക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഒരു വ്യക്തിയും അയാളുടെ സമ്മതമില്ലാതെ ആ സ്ഥാപനത്തിലെ ഏതെങ്കിലും മതപരമായ നിർദ്ദേശങ്ങളിലോ ആരാധനയിലോ പങ്കെടുക്കേണ്ടതില്ല. പ്രായപൂർത്തിയാകാത്ത ആളാണെങ്കിൽ അത്തരം കാര്യങ്ങളിൽ അയാളുടെ ഗാർഡിയന്റെ സമ്മതം ആവശ്യമാണ്. ഇവിടെ ആർട്ടിക്കിൾ 28 4 രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വേർതിരിക്കുന്നു. ഫസ്റ്റ് വൺ, സ്റ്റേറ്റ് പൂർണ്ണമായും പരിപാലിക്കുന്ന സ്ഥാപനങ്ങൾ. ഇവിടെ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. സെക്കൻഡ് വൺ, സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഡ് ആയതും എന്നാൽ ഏതെങ്കിലും എൻഡോവ്മെന്റ് അല്ലെങ്കിൽ ട്രസ്റ്റിന് കീഴിൽ സ്ഥാപിതവുമായ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത്തരം സ്ഥാപനങ്ങളിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് അനുവദനീയമാണ്. തേർഡ് വൺ, സ്റ്റേറ്റ് അംഗീകരിച്ച സ്ഥാപനങ്ങൾ. ഫോർത്ത് വൺ, സ്റ്റേറ്റിൽ നിന്ന് സഹായം സ്വീകരിക്കുന്ന സ്ഥാപനങ്ങൾ. ഈ രണ്ട് വിഭാഗത്തിലും മതപരമായ നിർദ്ദേശങ്ങൾ വ്യക്തിയുടെ അനുവാദത്തോടെ മാത്രം പെർമിറ്റഡ് ആയിരിക്കും. സൂര്യ നമസ്കാരം എല്ലാ സ്കൂളുകളിലും യോഗ അല്ലെങ്കിൽ എക്സസൈസായി പ്രാക്ടീസ് ചെയ്യണമെന്ന് ഗവൺമെന്റ് പറഞ്ഞതിനെ തുടർന്ന് അതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇത് ആർട്ടിക്കിൾ 28 ഒരു എക്സാമ്പിൾ ആണ്. സൂര്യ നമസ്കാരം ഒരു റിലീജിയസ് പ്രാക്ടീസായി സ്കൂളുകളിൽ ഏർപ്പെടുത്താൻ ഗവൺമെന്റിന് സാധിക്കില്ല. അത് നിയമവിരുദ്ധമാണ്. എന്നാൽ ഒരു എക്സസൈസ് അല്ലെങ്കിൽ യോഗ എന്ന രീതിയിൽ അത് സ്കൂളുകളിൽ പ്രാക്ടീസ് ചെയ്യാൻ നിർദ്ദേശിക്കാൻ ഗവൺമെന്റിന് കഴിയും. നെക്സ്റ്റ് ഈസ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഫ്രം ആർട്ടിക്കിൾ 29 to 30. ഫസ്റ്റ് വൺ, ആർട്ടിക്കിൾ 29, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. ഇവിടെ ആർട്ടിക്കിൾ 29ന്റെ ഹെഡിങ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് എന്നാണെങ്കിലും ആർട്ടിക്കിൾ 29ലെ എക്സ്പ്ലനേഷൻ എനി സെക്ഷൻ ഓഫ് സിറ്റിസൺസ് എന്നാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ മൈനോറിറ്റി ആൻഡ് മെജോറിറ്റി ഉൾപ്പെടുന്നു. അതായത് സിറ്റിസൺസിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഇത് ബാധകമാണ്. എന്നാൽ ആർട്ടിക്കിൾ 30 മൈനോറിറ്റീസിനെ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. ഇവിടെ ഹിന്ദു കമ്മ്യൂണിറ്റി ഒരു മൈനോറിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ, അതായത് നോർത്ത് ഈസ്റ്റേണിലുള്ള 8ഓളം സ്റ്റേറ്റുകളിൽ ഹിന്ദു കമ്മ്യൂണിറ്റി ഒരു മൈനോറിറ്റിയാണ്. അതായത് ലക്ഷദ്വീപിലും കശ്മീരിലും നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ, മേഘാലയ, പഞ്ചാബ്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സ്റ്റേറ്റുകളിലും ഹിന്ദു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. ഭരണഘടനയിൽ മൈനോറിറ്റി എന്ന വാക്ക് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലും മൈനോറിറ്റി എന്ന വേർഡ് ഡിഫൈൻ ചെയ്തിട്ടില്ല. അതിനാൽ ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിനെ നിർണ്ണയിക്കുന്നതിൽ തർക്കങ്ങളും നിലനിൽക്കുന്നു. എന്നാൽ സുപ്രീം കോടതിന്റെ അഭിപ്രായത്തിൽ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിനെ മാത്രമേ സ്റ്റേറ്റിന്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കാൻ കഴിയുകയുള്ളൂ. റിലീജിയന് സ്റ്റേറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബോർഡർ ഇല്ലാത്തതിനാൽ റിലീജിയൻ എന്നത് പാൻ ഇന്ത്യ ആണ്. സോ സ്റ്റേറ്റിന്റെ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ റിലീജിയസ് മൈനോറിറ്റീസിനെ നിശ്ചയിക്കാൻ കഴിയില്ല. അതായത് നിലവിൽ ഇസ്ലാം, ക്രിസ്ത്യൻ, സിഖ്, ജൈൻസ്, ബുദ്ധിസ്റ്റ്, പാർസീസ് എന്നീ വിഭാഗങ്ങളെ മാത്രമേ ഇന്ത്യയിൽ മൈനോറിറ്റിയായി കണക്കാക്കുന്നുള്ളൂ. ഹിന്ദു എന്നതിൽ സിഖ്, ജൈൻസ്, ബുദ്ധിസ്റ്റ് എന്നീ വിഭാഗങ്ങളും ഉൾപ്പെടും. സോ ഹിന്ദു മൈനോറിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ഓൾ ഇന്ത്യ ബേസിസിൽ മാത്രമേ റിലീജിയസ് മൈനോറിറ്റീസിനെ നിർണ്ണയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അതിനാൽ ഹിന്ദുസ് മെജോറിറ്റീസിൽ ഉൾപ്പെടുന്നു എന്നും വ്യക്തമാണ്. ലാംഗ്വേജ്, സ്ക്രിപ്റ്റ്, കൾച്ചർ എന്നിവയിൽ ഡിസ്റ്റിങ്ക്ട് ഫീച്ചേഴ്സ് ഉള്ള വിഭാഗങ്ങൾക്ക് അവ പ്രൊട്ടക്ട് ചെയ്യുന്നതിനു വേണ്ടിയാണ് ആർട്ടിക്കിൾ 29.
അതായത് ആർട്ടിക്കിൾ 29ന്റെ ഫസ്റ്റ് പ്രൊവിഷൻ അനുസരിച്ച് ഇന്ത്യയുടെ ഏതു ഭാഗത്തും താമസിക്കുന്ന ഒരു പ്രത്യേക ഭാഷയോ ലിപിയോ സംസ്കാരമോ ഉള്ള ഏതൊരു വിഭാഗത്തിനും അത് സംരക്ഷിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും. സെക്കൻഡ് പ്രൊവിഷൻ പ്രകാരം മതം, വംശം, ജാതി, ഭാഷ എന്നിവ മാത്രം അടിസ്ഥാനമാക്കി സ്റ്റേറ്റ് പരിപാലിക്കുകയോ സ്റ്റേറ്റ് ഫണ്ടുകളിൽ നിന്ന് സഹായം സ്വീകരിക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ഒരു വ്യക്തിക്കും ഒരു പൗരനും പ്രവേശനം നിഷേധിക്കപ്പെടില്ല. ഈ ആർട്ടിക്കിളിലെ ആദ്യ വ്യവസ്ഥ ഒരു ഗ്രൂപ്പിന്റെ അവകാശത്തെ പരിരക്ഷിക്കുന്നു. രണ്ടാമത്തെ വ്യവസ്ഥ ഒരു പൗരന്റെ സമുദായത്തെ പരിഗണിക്കാതെ ഒരു വ്യക്തി എന്ന നിലയിൽ അയാളുടെ അവകാശം ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 29 മതന്യൂനപക്ഷങ്ങൾക്കും ഭാഷാന്യൂനപക്ഷങ്ങൾക്കും സംരക്ഷണം നൽകുന്നു. അതായത് റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിന് സംരക്ഷണം നൽകുന്നു. എന്നിരുന്നാലും ഈ ആർട്ടിക്കിളിൽ സെക്ഷൻ ഓഫ് സിറ്റിസൺ എന്ന പദങ്ങൾ ഉപയോഗിച്ചതിനാൽ ആർട്ടിക്കിളിന്റെ വ്യാപ്തി ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീം കോടതി വിലയിരുത്തി. സെക്ഷൻ ഓഫ് സിറ്റിസൺ എന്നാൽ മൈനോറിറ്റീസ് ആൻഡ് മെജോറിറ്റീസ് ഉൾപ്പെടുന്നു. കൂടാതെ ഭാഷ സംരക്ഷിക്കാനുള്ള അവകാശത്തിൽ ഭാഷയുടെ സംരക്ഷണത്തിനായി പ്രക്ഷോഭം നടത്താനുള്ള അവകാശവും ഉൾപ്പെടുന്നുവെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. അതിനാൽ 1951 ജനപ്രാതിനിധ്യ നിയമം അഥവാ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം അത്തരം വിഭാഗങ്ങൾ ഭാഷയുടെ സംരക്ഷണത്തിനായി നടത്തിയ രാഷ്ട്രീയ പ്രസംഗങ്ങളോ വാഗ്ദാനങ്ങളോ കറപ്റ്റഡ് ആണെന്ന് കണക്കാക്കാൻ കഴിയില്ല. ഇവിടെ ആർട്ടിക്കിൾ 29 മൈനോറിറ്റീസിനും മെജോറിറ്റീസിനും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ് എന്നത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 30 റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആർട്ടിക്കിൾ 30 മൈനോറിറ്റീസിനെ മാത്രം ഉൾപ്പെടുത്തുന്നു. മതപരമോ ഭാഷാപരമോ ആയ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ ആർട്ടിക്കിൾ 30 വ്യക്തമാക്കുന്നു. എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ ചോയ്സിന് അനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നിയന്ത്രിക്കാനും അവകാശമുണ്ട്. ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഏതെങ്കിലും പ്രോപ്പർട്ടി സർക്കാർ ഏറ്റെടുക്കുന്നതിന് നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്നതിൽ സ്റ്റേറ്റ് അവർക്ക് ഉറപ്പു നൽകുന്ന അവകാശത്തെ നിയന്ത്രിക്കുകയോ റദ്ദാക്കുകയോ ചെയ്യില്ല. മൈനോറിറ്റീസിന്റെ അവകാശം സംരക്ഷിക്കുന്നതിനായി 1978 44th അമെന്റ്മെന്റിലൂടെയാണ് ഈ വ്യവസ്ഥ ചേർത്തത്. ഈ അമെന്റ്മെന്റിലൂടെയാണ് സ്വത്തവകാശവും അതായത് ആർട്ടിക്കിൾ 31 ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. മൈനോറിറ്റീസ് നിയന്ത്രിക്കുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകുന്നതിൽ സ്റ്റേറ്റ് ഡിസ്ക്രിമിനേഷൻ കാണിക്കില്ല. ആർട്ടിക്കിൾ 30 പ്രകാരമുള്ള പ്രൊട്ടക്ഷൻ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ മൈനോറിറ്റീസ് എന്ന പദം ഭരണഘടനയിൽ എവിടെയും നിർവചിക്കപ്പെട്ടിട്ടില്ല. ആർട്ടിക്കിൾ 30 പ്രകാരമുള്ള അവകാശത്തിൽ മൈനോറിറ്റീസിന് സ്വന്തം സ്ഥാപനത്തിലെ കുട്ടികൾക്ക് സ്വന്തം ഭാഷയിൽ വിദ്യാഭ്യാസം നൽകാനുള്ള അവകാശവും ഉൾപ്പെടുന്നു. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 3 തരമുണ്ട്. ഫസ്റ്റ് വൺ, സ്റ്റേറ്റിൽ നിന്ന് അംഗീകാരവും സഹായവും തേടുന്ന സ്ഥാപനങ്ങൾ. സെക്കൻഡ് വൺ, സ്റ്റേറ്റിൽ നിന്ന് സഹായം ആവശ്യപ്പെടാതെ അംഗീകാരം മാത്രം തേടുന്ന സ്ഥാപനങ്ങൾ. തേർഡ് വൺ, സ്റ്റേറ്റിന്റെ അംഗീകാരമോ സഹായമോ തേടാത്ത സ്ഥാപനങ്ങൾ. 1ഉം 2ഉം തരത്തിലുള്ള സ്ഥാപനങ്ങൾ, അതായത് സ്റ്റേറ്റിൽ നിന്ന് അംഗീകാരമോ സഹായമോ തേടുന്നവയോ അല്ലെങ്കിൽ ഇവ രണ്ടും ആവശ്യപ്പെടുന്ന സ്ഥാപനങ്ങളോ സിലബസ്, അക്കാദമിക് മാനദണ്ഡങ്ങൾ, അച്ചടക്കം, ശുചിത്വം, ജീവനക്കാരുടെ തൊഴിൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിന് വിധേയമായിരിക്കും. അതായത് അത്തരത്തിലുള്ളവ സ്റ്റേറ്റിന്റെ റെഗുലേറ്ററി പവറിന് വിധേയമാണ്. സ്റ്റേറ്റിന്റെ അംഗീകാരമോ സഹായമോ തേടാത്ത സ്ഥാപനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കരാർ നിയമം, തൊഴിൽ നിയമം, വ്യാവസായിക നിയമം, നികുതി നിയമം, സാമ്പത്തിക നിയന്ത്രണങ്ങൾ തുടങ്ങിയ പൊതു നിയമങ്ങൾക്ക് വിധേയമായിരിക്കും. 2017 മലങ്കര സിറിയൻ കാത്തലിക് കോളേജ് കേസിൽ നൽകിയ വിധിന്യായത്തിൽ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എസ്റ്റാബ്ലിഷ്മെന്റും അഡ്മിനിസ്ട്രേഷനും സംബന്ധിച്ച ജനറൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് സുപ്രീം കോടതി വിശദമാക്കിയിരുന്നു. ഫസ്റ്റ് വൺ, വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അതിന്റെ സ്ഥാപകർക്ക് വിശ്വാസമുള്ള ഭരണസമിതിയെ അഥവാ ഗവേണിംഗ് ബോഡിയെ തിരഞ്ഞെടുക്കുന്നതിനും ടീച്ചിംഗ് ആൻഡ് നോൺ ടീച്ചിംഗ് സ്റ്റാഫിനെ നിയമിക്കുവാനും ഡ്യൂട്ടിയിൽ തടസ്സം വരുത്തിയാൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കുവാനും യോഗ്യരായ വിദ്യാർത്ഥികളെ സ്ഥാപനത്തിന്റെ ഇഷ്ടാനുസരണം പ്രവേശിപ്പിക്കുന്നതിനും ന്യായമായ ഫീസ് സ്ട്രക്ചർ രൂപീകരിക്കുന്നതിനും സ്ഥാപനത്തിന്റെ പ്രയോജനത്തിനായി അതിന്റെ പ്രോപ്പർട്ടീസും അസറ്റ്സും ഉപയോഗിക്കുന്നതിനും മൈനോറിറ്റീസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവകാശമുണ്ട്. ഇവയെല്ലാം അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ചോയ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്.
സെക്കൻഡ് വൺ, ആർട്ടിക്കിൾ 30 പ്രകാരം ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയിട്ടുള്ള അവകാശം ഭൂരിപക്ഷവുമായി തുല്യത ഉറപ്പാക്കുന്നതിന് മാത്രമുള്ളതാണ്. അല്ലാതെ മെജോറിറ്റിയെ മാറ്റി നിർത്തി മൈനോറിറ്റീസിന് കൂടുതൽ അഡ്വാൻറ്റേജ് നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. അതായത് റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്ന് കോടതി വ്യക്തമാക്കി. ദേശീയ താൽപര്യം, ദേശീയ സുരക്ഷ, സാമൂഹ്യക്ഷേമം, പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ആരോഗ്യം, ശുചിത്വം, ടാക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട പൊതു നിയമങ്ങൾ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. തേർഡ് വൺ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഭരിക്കുവാനുമുള്ള അവകാശം അബ്സല്യൂട്ട് അല്ല. അതായത് പൂർണ്ണമായ അധികാരം ഇല്ല എന്നർത്ഥം. കാരണം അപകീർത്തിപ്പെടുത്താനുള്ള അവകാശം ഇതിൽ ഉൾപ്പെടുന്നില്ല. എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് ഉറപ്പുവരുത്തുന്നതിനും അക്കാദമിക് എക്സലൻസ് നിലനിർത്തുന്നതിനും ഇതിൽ നിയന്ത്രണ നടപടികൾ ഉണ്ടാവും. സ്ഥാപനത്തിന്റെ അക്കാദമിക് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അഡ്മിനിസ്ട്രേഷൻ കാര്യക്ഷമവും മികച്ചതുമാണെന്ന് ഉറപ്പാക്കുന്നതിന് ആവശ്യമായ പരിശോധനകൾ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നടത്താനാവുന്നതാണ്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വെൽഫെയർ, നിയമനത്തിനുള്ള യോഗ്യതകളും യോഗ്യതാ മാനദണ്ഡങ്ങളും വ്യക്തമാക്കുന്ന റെഗുലേഷൻസ്, എംപ്ലോയീസിന്റെ സേവന വ്യവസ്ഥകൾ, എംപ്ലോയീസിനെ ചൂഷണം ചെയ്യുന്നതിനോ അടിച്ചമർത്തുന്നതിനോ തടയുന്നതിനുള്ള ചട്ടങ്ങൾ, സിലബസും പാഠ്യപദ്ധതിയും നിർദ്ദേശിക്കുന്ന ചട്ടങ്ങൾ എന്നിവ സ്റ്റേറ്റിന്റെ റെഗുലേഷൻസിൽ പെടുന്നു. ഇത്തരം നിയന്ത്രണങ്ങൾ ഒരു തരത്തിലും ആർട്ടിക്കിൾ 30 ക്ലോസ് 1 പ്രകാരമുള്ള മൈനോറിറ്റീസിന്റെ അവകാശത്തെ തടസ്സപ്പെടുത്തുന്നില്ല. ഫോർത്ത് വൺ, സ്റ്റേറ്റ് നിർദ്ദേശിക്കുന്ന യോഗ്യതാ വ്യവസ്ഥകൾക്ക് വിധേയമായി അൺഎയ്ഡഡ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് യുക്തിസഹമായ നടപടിക്രമങ്ങളിലൂടെ അധ്യാപകരെ നിയമിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഫിഫ്ത്ത് വൺ, സ്റ്റേറ്റിന്റെ സഹായം വിപുലീകരിക്കുന്നത് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നേച്ചറിനെ മാറ്റില്ല. ലഭിക്കുന്ന സഹായം കൃത്യമായി വിനിയോഗിക്കുന്നുണ്ട് എന്നത് ഉറപ്പാക്കാൻ ആർട്ടിക്കിൾ 30 ക്ലോസ് 1 പ്രകാരമുള്ള അവകാശം ദുർബലമാക്കാതെ തന്നെ സ്റ്റേറ്റിന് വ്യവസ്ഥകൾ ഏർപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 32, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. സുപ്രീം കോർട്ട് ഈസ് ദ അപെക്സ് കോർട്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ കസ്റ്റോഡിയൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയുടെ സംരക്ഷകനും സുപ്രീം കോർട്ട് തന്നെയാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എൻഫോഴ്സ്മെന്റിനായി ഒരു ഇഫക്റ്റീവ് സിസ്റ്റം ഇല്ലെങ്കിൽ ഭരണഘടനയിൽ നൽകിയിരിക്കുന്ന മൗലികാവകാശങ്ങൾ വർത്ത്ലെസ് ആയിരിക്കും. അതിനാൽ ഒരു പൗരന് ഫണ്ടമെന്റൽ റൈറ്റ്സ് നിഷേധിക്കപ്പെട്ടാൽ അത് നടപ്പിലാക്കുന്നതിനുള്ള, അതായത് പരിഹാരത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 32 നൽകുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ് സംരക്ഷിക്കാനുള്ള അവകാശവും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഇത് ഫണ്ടമെന്റൽ റൈറ്റിനെ ഒറിജിനൽ ആക്കുന്നു, അതായത് യഥാർത്ഥമാക്കുന്നു. അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എന്ന് വിശേഷിപ്പിച്ചത്. ആർട്ടിക്കിൾ 32 ഇല്ലാതെ ഈ ഭരണഘടന അസാധുവാകും. ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ആത്മാവും അതിന്റെ ഹൃദയവുമാണെന്നാണ് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത്. കൂടാതെ ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ബേസിക് ഫീച്ചർ ആണെന്നും സുപ്രീം കോടതി വിധിച്ചു. അതിനാൽ ഒരു അമെൻമെന്റിലൂടെ പോലും ഇത് ചുരുക്കാനോ എടുത്തു കളയാനോ കഴിയില്ല. ആർട്ടിക്കിൾ 32 4 വ്യവസ്ഥകൾ അടങ്ങിയിരിക്കുന്നു. ഫസ്റ്റ് വൺ, മൗലികാവകാശങ്ങൾ നടപ്പാക്കുന്നതിന് ഉചിതമായ നടപടികളിലൂടെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. സെക്കൻഡ് വൺ, ഫണ്ടമെന്റൽ റൈറ്റ്സ് നടപ്പിലാക്കുന്നതിനായി നിർദ്ദേശങ്ങളോ ഉത്തരവുകളോ രേഖകളോ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടായിരിക്കും. ഹെബിയസ് കോർപ്പസ്, മൻഡാമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, ക്യൂവാറന്റോ എന്നിവ റിറ്റ്സിന് എക്സാമ്പിളാണ്. തേർഡ് വൺ, എല്ലാ തരത്തിലുമുള്ള ഡയറക്ഷൻസും ഓർഡേഴ്സും റിറ്റ്സും പുറപ്പെടുവിക്കാൻ പാർലമെന്റിന് മറ്റേതൊരു കോടതിയെയും അധികാരപ്പെടുത്താൻ കഴിയും. മേൽപ്പറഞ്ഞ അധികാരങ്ങൾ സുപ്രീം കോടതി ഉറപ്പു നൽകുന്നതിനാലും ആർട്ടിക്കിൾ 226 ഹൈക്കോടതികൾക്ക് ഈ അധികാരങ്ങൾ നൽകിയിട്ടുള്ളതിനാലും പാർലമെന്റിന് ഈ അധികാരങ്ങൾ സബോർഡിനേറ്റ്സ് കോർട്സിനെ മാത്രമേ ഇനി അധികാരപ്പെടുത്താൻ കഴിയൂ. സബോർഡിനേറ്റ്സ് കോർട്സ് എന്നാൽ ഹൈക്കോർട്ടിന് കീഴിലുള്ള എല്ലാ കോടതികളും ഉൾപ്പെടും. ഫോർത്ത് വൺ, ഭരണഘടനാപരമല്ലാതെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശം സസ്പെൻഡ് ചെയ്യില്ല. ആർട്ടിക്കിൾ 359 അഥവാ നാഷണൽ എമർജൻസിയുടെ സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ് നടപ്പാക്കുന്നതിന് ഏത് കോടതിയെയും സമീപിക്കാനുള്ള അവകാശം രാഷ്ട്രപതിക്ക് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യാൻ കഴിയുമെന്ന് ഭരണഘടന വ്യക്തമാക്കുന്നു. അതായത് നാഷണൽ എമർജൻസിയുടെ സമയത്ത് കോടതി വഴി ഫണ്ടമെന്റൽ റൈറ്റ് എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. സിറ്റിസൺസിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഡിഫൻഡറും ഗ്യാരണ്ടറുമാണ് സുപ്രീം കോടതി എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഒറിജിനൽ ആൻഡ് വൈഡ് പവേഴ്സ് സുപ്രീം കോടതിക്കുണ്ട്.
ഒറിജിനൽ എന്നാൽ പ്രശ്നം നേരിടുന്ന ഒരു സിറ്റിസന് അപ്പീൽ വഴി അല്ലാതെ തന്നെ നേരിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകാം. വൈഡ് എന്നാൽ സുപ്രീം കോർട്ടിന്റെ അധികാരം ഓർഡറുകളോ നിർദ്ദേശങ്ങളോ നൽകുന്നതിന് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല. എല്ലാത്തരം റിറ്റ്സും നൽകാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ആർട്ടിക്കിൾ 32ന്റെ ഉദ്ദേശ്യം ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സംരക്ഷണത്തിനായി ഫലപ്രദവും വേഗത്തിലുള്ളതും ചെലവ് കുറഞ്ഞതുമായ പ്രതിവിധി നൽകുക എന്നതാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ മാത്രമേ ആർട്ടിക്കിൾ 32 പ്രകാരം നടപ്പിലാക്കാൻ കഴിയൂ. നോൺ ഫണ്ടമെന്റലായ കോൺസ്റ്റിറ്റ്യൂഷണൽ, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് കസ്റ്റമർ റൈറ്റ്സ് തുടങ്ങിയ അവകാശങ്ങൾ ഇത് നൽകുന്നില്ല. മൗലികാവകാശത്തിന്റെ ലംഘനം നടന്നാൽ മാത്രമേ ആർട്ടിക്കിൾ 32 അനുശാസിക്കുന്ന അവകാശം ലഭ്യമാവൂ. അതായത് വയലേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ഈസ് ദ സിനെ ക്വാ നോൺ ഫോർ എക്സസൈസ് ഓഫ് ആർട്ടിക്കിൾ 32. ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടാതെ ആർട്ടിക്കിൾ 32 ഉപയോഗിക്കാൻ കഴിയില്ല. ഇവിടെ സിനെ ക്വാ നോൺ എന്നത് ലാറ്റിൻ പ്രയോഗമാണ്. UPSC ക്വസ്റ്റ്യൻസിൽ ഈ പ്രയോഗം ഉൾപ്പെടുത്താറുണ്ട്. സിനെ ക്വാ നോൺ എന്നാൽ ഒഴിവാക്കാനാവാത്തത് എന്നാണ് അർത്ഥം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ഉൾപ്പെടാത്ത ഒരു ക്വസ്റ്റ്യനും വാല്യൂ ചെയ്യാൻ കഴിയില്ല. ഫണ്ടമെന്റൽ റൈറ്റ് നേരിട്ട് ലംഘിക്കുന്നില്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓർ ലെജിസ്ലേറ്റീവ് ഓർഡറിന്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി നിർണ്ണയിക്കാൻ ആർട്ടിക്കിൾ 32ന് കഴിയില്ല. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതിയുടെ അധികാരപരിധി അഥവാ ജൂറിസ്ഡിക്ഷൻ ഒറിജിനൽ ആണ്, എക്സ്ക്ലൂസീവ് അല്ല. അപ്പീൽ ഇല്ലാതെ തന്നെ ഡയറക്റ്റ് സുപ്രീം കോർട്ടിൽ പോവാം എന്നതാണ് ഒറിജിനൽ എന്നതിനർത്ഥം. ആർട്ടിക്കിൾ 226 പ്രകാരം ഇത് ഹൈക്കോടതിയുടെ അധികാരപരിധിക്കും സമാനമാണ്. അതായത് ഒരു പൗരന്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കുമ്പോൾ പ്രശ്നം നേരിടുന്ന വ്യക്തിക്ക് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ നേരിട്ട് സമീപിക്കാൻ അവസരമുണ്ട്. എന്നിരുന്നാലും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയിലൂടെ പരിഹാരം ലഭിക്കുന്നിടത്ത് പ്രശ്നം നേരിടുന്ന വ്യക്തി ആദ്യം ഹൈക്കോടതിയെ സമീപിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ആർട്ടിക്കിൾ 32 ഉറപ്പു നൽകുന്ന അവകാശം ഒരു മൗലികാവകാശമാണ്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ് ലംഘിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശവും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 32 12 to 31 വരെ മാത്രമാണോ അതോ 12 to 32 വരെയുള്ള ആർട്ടിക്കിൾസിനെ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ 12 to 32 വരെയുള്ള ആർട്ടിക്കിൾസിനെ ആർട്ടിക്കിൾ 32 സംരക്ഷിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. നെക്സ്റ്റ് ഈസ് റിറ്റ്സ്, ടൈപ്സ് ആൻഡ് സ്കോപ്പ്. ഹെബിയസ് കോർപ്പസ്, മെൻഡാമസ്, പ്രൊഹിബിഷൻ, സർഷ്യോററി, ക്യൂ വാറണ്ടോ എന്നീ റിറ്റ്സ് പുറപ്പെടുവിക്കാൻ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതികൾക്കും കഴിയും. കൂടാതെ ഈ റിറ്റ് പുറപ്പെടുവിക്കാൻ ആർട്ടിക്കിൾ 32 പ്രകാരം പാർലമെന്റിന് മറ്റേതൊരു കോടതിയെയും അധികാരപ്പെടുത്താൻ കഴിയും. അതായത് സബോർഡിനേറ്റ് കോർട്സിനെ അധികാരപ്പെടുത്താൻ പാർലമെന്റിന് കഴിയും. അത്തരമൊരു വ്യവസ്ഥ ഇതുവരെ നൽകിയിട്ടില്ലാത്തതിനാൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമേ നിലവിൽ റിറ്റ്സ് പുറപ്പെടുവിക്കാൻ കഴിയൂ. 1950 മുൻപ് കൊൽക്കത്ത, ബോംബെ, മദ്രാസ് ഹൈക്കോടതികൾക്ക് മാത്രമാണ് റിറ്റ്സ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നത്. ആർട്ടിക്കിൾ 226 ഇപ്പോൾ എല്ലാ ഹൈക്കോടതികളെയും റിറ്റ്സിന് അധികാരപ്പെടുത്തുന്നു. ഈ റിറ്റ്സുകൾ ഇംഗ്ലീഷ് നിയമത്തിൽ നിന്ന് കടമെടുത്തതാണ്. അവിടെ ഇവ പ്രിറോഗേറ്റീവ് റിറ്റ്സ് എന്നറിയപ്പെടുന്നു. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ പ്രത്യേക അവകാശത്തിൽ അവ ഇഷ്യൂ ചെയ്തതിനാൽ ഇന്നും നീതിയുടെ ഉറവ അഥവാ ഫൗണ്ടെയിൻ ഓഫ് ജസ്റ്റിസ് എന്ന് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. സുപ്രീം കോടതിയുടെ റിട്ട് ജൂറിസ്ഡിക്ഷൻ അഥവാ അധികാരപരിധി ഒരു ഹൈക്കോടതിയിൽ നിന്ന് 3 കാര്യങ്ങളിൽ വ്യത്യസ്തമാണ്. ഇവിടെ ജൂറിസ്ഡിക്ഷൻ എന്നാൽ ഒരു കോടതിയുടെ അധികാരപരിധിക്ക് ഉള്ളിൽ വരുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ എന്നത് കോടതിയുടെ അധികാരപരിധിക്ക് ഉള്ളിൽ വരാവുന്ന പ്രദേശങ്ങളെ സൂചിപ്പിക്കുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സ് നടപ്പിലാക്കുന്നതിനായി മാത്രമേ സുപ്രീം കോടതിക്ക് റിറ്റ്സ് ഇഷ്യൂ ചെയ്യാൻ കഴിയൂ. അതേസമയം ഒരു ഹൈക്കോടതിക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് നടപ്പാക്കുന്നതിന് മാത്രമല്ല മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കായും, അതായത് ഒരു സാധാരണ നിയമപരമായ അവകാശം നടപ്പിലാക്കുന്നതിനും റിറ്റ്സ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. അതിനാൽ സുപ്രീം കോടതിയുടെ റിട്ട് അധികാര പരിധി അഥവാ ജൂറിസ്ഡിക്ഷൻ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയേക്കാൾ ചെറുതാണ്. ഇവിടെ നാരോവർ എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്, ഹയർ എന്നല്ല. സുപ്രീം കോടതിക്ക് ഒരു വ്യക്തിക്കോ സർക്കാരിനോ എതിരെ ഇന്ത്യൻ പ്രദേശത്തുടനീളം റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. അതേസമയം ഹൈക്കോടതിയുടെ അധികാരപരിധിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഉള്ള ഒരു സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ ഹൈക്കോർട്ട് ജൂറിസ്ഡിക്ഷനിൽ ഉള്ള ഒരു വ്യക്തിക്കോ ഒരു അതോറിറ്റിക്കോ എതിരായി മാത്രമേ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ. ഔട്ട്സൈഡ് ജൂറിസ്ഡിക്ഷനിൽ ഹൈക്കോർട്ടിന് റിട്ട് ഇഷ്യൂ ചെയ്യണമെങ്കിൽ
കോഴ്സ് ഓഫ് ആക്ഷൻ ഹൈക്കോർട്ടിന്റെ അധികാര പരിധിയിൽ തന്നെ വന്നിരിക്കണം. അതിനാൽ റിട്ട് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള സുപ്രീം കോടതിയുടെ പ്രാദേശികമായ അധികാര പരിധി അഥവാ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഹൈക്കോടതിയേക്കാൾ വിശാലമാണ്. ഇവിടെ വൈഡർ എന്നാണ് വ്യക്തമാക്കുന്നത്. ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള പ്രതിവിധി തന്നെ ഒരു മൗലികാവകാശമാണ്. അതിനാൽ റിട്ട് അധികാര പരിധി നടപ്പാക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചേക്കില്ല. മറുവശത്ത് ആർട്ടിക്കിൾ 226 പ്രകാരമുള്ള പ്രതിവിധി വിവേചനാധികാരമാണ്. അതിനാൽ റിട്ട് അധികാര പരിധി നടപ്പാക്കാൻ ഒരു ഹൈക്കോടതി വിസമ്മതിച്ചേക്കാം. ജനറൽ ജൂറിസ്ഡിക്ഷന്റെ ഭാഗമായാണ് മൗലികാവകാശങ്ങളോ മറ്റ് അവകാശങ്ങളോ നടപ്പാക്കുന്നതിന് ഒരു ഹൈക്കോടതി റിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. എന്നാൽ സുപ്രീം കോടതി മൗലികാവകാശങ്ങളുടെ സംരക്ഷകനും ഗ്യാരണ്ടറുമാണ്. ഇനി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32, 226 എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്ന വിവിധ തരം റിട്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം. നിലവിൽ 5 തരം റിട്സുകളാണുള്ളത്. ഫസ്റ്റ് വൺ, ഹെബിയസ് കോർപ്പസ്. ഇത് ഒരു ലാറ്റിൻ പദമാണ്. ടു ഹാവ് ദ ബോഡി എന്നാണ് ഇതിന്റെ അർത്ഥം. മറ്റൊരാളെ തടഞ്ഞുവെച്ച വ്യക്തിക്ക് കോടതി മുൻപാകെ തടഞ്ഞുവെച്ചിരിക്കുന്ന വ്യക്തിയെ ഹാജരാക്കുന്നതിനായി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണിത്. തടങ്കലിൽ വയ്ക്കാനുള്ള കാരണവും നിയമസാധുതയും കോടതി പരിശോധിക്കുകയും തടങ്കൽ നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയാൽ തടവിലാക്കപ്പെട്ട വ്യക്തിയെ സ്വതന്ത്രനാക്കുവാൻ കോടതി ഉത്തരവിടുകയും ചെയ്യും. അതിനാൽ ഈ റിട്ട് ആർബിട്രറി ഡിറ്റൻഷന് എതിരെയുള്ള വ്യക്തിഗത സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്നു. പൊതു അധികാരികൾക്കും സ്വകാര്യ വ്യക്തികൾക്കുമെതിരെ ഹെബിയസ് കോർപ്പസ് റിട്ട് ഇഷ്യൂ ചെയ്യാൻ കഴിയും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഹെബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. അതായത് 4 എക്സെപ്ഷൻസ് ഇതിലുണ്ട്. 1. തടവ് നിയമവിധേയമാണെങ്കിൽ. 2. ലെജിസ്ലേറ്ററിനെയോ കോടതിയെയോ അവഹേളിക്കുന്നതിനാണ് നടപടി എടുത്തിട്ടുള്ളത് എങ്കിൽ. 3. തടങ്കലിൽ വയ്ക്കുന്നത് എലിജിബിളായ കോടതി വിധി പ്രകാരമാണെങ്കിൽ. 4. തടങ്കലിൽ വെച്ചിരിക്കുന്നത് റിട്ട് ഇഷ്യൂ ചെയ്യേണ്ട കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണ് എങ്കിൽ. ഇത്തരം സാഹചര്യങ്ങളിൽ ഹെബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. അതായത് നിയമാനുസൃതമായ തടങ്കലിനെതിരെയോ എലിജിബിളായ കോടതി വിധിപ്രകാരമുള്ള തടവിനെതിരെയോ കോടതിയെ അവഹേളിച്ചതിനുള്ള തടവിനെതിരെയോ ഹെബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. കൂടാതെ കോടതികൾക്കുള്ള ജൂറിസ്ഡിക്ഷനിൽ നിന്നുകൊണ്ട് മാത്രമേ റിട്ട് ഇഷ്യൂ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇവിടെ നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ തടങ്കലിൽ വെക്കുമ്പോഴാണ് ഹെബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, പോലീസ് നിയമവിരുദ്ധമായി ഒരാളെ അറസ്റ്റ് ചെയ്താലോ ബലപ്രയോഗത്തിലൂടെ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി തടഞ്ഞു വെച്ചാലോ ഹെബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ഈസ് മൻഡാമസ്. മൻഡാമസ് എന്നതിന്റെ അർത്ഥം വി കമാൻഡ് എന്നാണ്. പരാജയപ്പെട്ടതോ നിർവഹിക്കാൻ വിസമ്മതിച്ചതോ ആയ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാൻ ആവശ്യപ്പെട്ട് കോടതി ഒരു പൊതു ഉദ്യോഗസ്ഥന്, അതായത് ഒരു പബ്ലിക് ഒഫീഷ്യലിന് നൽകുന്ന ഉത്തരവാണിത്. ഏതെങ്കിലും പൊതുസ്ഥാപനം, കോർപ്പറേഷൻ, കീഴ്ക്കോടതി, ട്രൈബ്യൂണൽ അല്ലെങ്കിൽ ഗവൺമെന്റ് എന്നിവർക്കെതിരെയും ഇതേ ആവശ്യത്തിനായി മൻഡാമസ് ഇഷ്യൂ ചെയ്യാം. മൻഡാമസ് ഇഷ്യൂ ചെയ്യുന്നതിനും ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഒരു സ്വകാര്യ വ്യക്തിക്ക് എതിരായി മൻഡാമസ് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. കൂടാതെ നിയമത്തിന്റെ പിൻബലമില്ലാത്ത ഡിപ്പാർട്ട്മെന്റൽ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനും ഡ്യൂട്ടി വിവേചനാധികാരമുള്ളതും നിർബന്ധിതമല്ലാത്തതും ആയിരിക്കുമ്പോഴും കരാർ അല്ലെങ്കിൽ കോൺട്രാക്ട് നടപ്പിലാക്കുന്നതിനും മൻഡാമസ് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. ഇന്ത്യൻ പ്രസിഡന്റിനെതിരെയോ സംസ്ഥാന ഗവർണർമാർക്കെതിരെയോ അല്ലെങ്കിൽ ജുഡീഷ്യൽ കപ്പാസിറ്റിയുള്ള ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയോ മൻഡാമസ് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. ചുരുക്കത്തിൽ, ഒരു എക്സിക്യൂട്ടീവ് പൊസിഷനിൽ ഉള്ള ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ അധികാരം നിർവഹിക്കുന്നതിൽ വിട്ടുവീഴ്ച വരുത്തിയാൽ കോടതി മുഖേന എൻഫോഴ്സ് ചെയ്യുന്നതാണ് മൻഡാമസ്. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ കംപ്ലൈന്റ് പ്രകാരം FIR രജിസ്റ്റർ ചെയ്യുക എന്നത് പോലീസിന്റെ ഡ്യൂട്ടിയാണ്. FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് വിസമ്മതിച്ചാലോ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലോ ആ വ്യക്തിക്ക് കോടതി മുഖേന മൻഡാമസ് ഇഷ്യൂ ചെയ്യാൻ കഴിയും. അതായത് അത്തരത്തിൽ മൻഡാമസ് ഇഷ്യൂ ചെയ്താൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തേ പറ്റുകയുള്ളൂ. നെക്സ്റ്റ് ഈസ് പ്രൊഹിബിഷൻ. ഇതിനർത്ഥം ഫോർബിഡ് എന്നാണ്, അതായത് വിലക്കുക എന്നർത്ഥം. ഇത് ഒരു കീഴ്ക്കോടതിയിലേക്കോ ട്രൈബ്യൂണലിലേക്കോ അതിന്റെ അധികാര പരിധി എക്സീഡ് ചെയ്യുന്നത് തടയുന്നതിനോ അല്ലെങ്കിൽ അത്തരം കോടതികൾ കൈവശമില്ലാത്ത ഒരു അധികാര പരിധി പിടിച്ചെടുക്കുന്നത് തടയുന്നതിനോ ഒരു ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന റിറ്റാണ് പ്രൊഹിബിഷൻ. അതായത് ഒരു ഹൈക്കോടതി സബോർഡിനേറ്റ്സ് കോർട്സിന് എതിരെ ജൂറിസ്ഡിക്ഷൻ ലംഘിക്കുന്ന കേസുകളിൽ
അത്തരം ഉത്തരവുകൾ റദ്ദാക്കുവാൻ നൽകുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ. മൻഡാമസ് എന്നത് ഒരു ആക്ഷൻ ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നതാണെങ്കിൽ പ്രൊഹിബിഷൻ എന്നത് ഒരു ആക്ഷൻ ചെയ്യരുത് എന്ന് നിർദ്ദേശിക്കുന്നു. അതായത് മൻഡാമസ് ഡയറക്ട്സ് ആക്ടിവിറ്റി ആൻഡ് പ്രൊഹിബിഷൻ ഡയറക്ട്സ് ഇനാക്ടിവിറ്റി. ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ അധികാരികൾക്കെതിരെ മാത്രമേ പ്രൊഹിബിഷൻ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ്, ലെജിസ്ലേറ്റീവ് ബോഡീസ്, സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രൊഹിബിഷൻ ലഭ്യമല്ല. ഇവിടെ പ്രൊഹിബിഷൻ എന്നാൽ ഒരു വ്യക്തിക്കെതിരെ നടപടി എടുത്തുകൊണ്ട് ഒരു കോടതിയിൽ നിന്നും ഉത്തരവ് വരുമ്പോൾ ആ കോടതിയുടെ അധികാര പരിധിയിൽ വരാത്ത കാര്യങ്ങളിലോ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷന്റെ പരിധിയിലോ അല്ലാത്തതുമായ കേസുകളിലാണ് നടപടി എടുത്തിട്ടുള്ളതെങ്കിൽ ആ വ്യക്തിക്ക് കോടതി നടപടിക്കെതിരായി പ്രൊഹിബിഷനു വേണ്ടി ഹൈക്കോർട്ടിൽ പോകാവുന്നതാണ്. ഹൈക്കോടതി കേസിന്റെ സാഹചര്യങ്ങൾ പരിശോധിച്ച ശേഷം ഉത്തരവിട്ട കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ ഉള്ള കേസ് അല്ലെങ്കിലോ ജൂറിസ്ഡിക്ഷൻ പരിധി ലംഘിച്ചെങ്കിലോ ആ കോടതി ഇഷ്യൂ ചെയ്ത ഉത്തരവ് റദ്ദാക്കുവാൻ വേണ്ടി പ്രൊഹിബിഷൻ ഇഷ്യൂ ചെയ്യാൻ ഹൈക്കോടതിക്ക് കഴിയും. അതായത് ആ വ്യക്തിക്ക് എതിരെയുള്ള നടപടി നിർത്തിവെക്കുവാൻ ഹൈക്കോടതി പറയും. നെക്സ്റ്റ് ഈസ് സെർഷ്യോററി. മുൻപ് പറഞ്ഞ പ്രൊഹിബിഷൻ കീഴ്ക്കോടതിയുടെ ഉത്തരവിനെ ഹൈക്കോടതി റദ്ദാക്കുന്നതാണെങ്കിൽ സെർഷ്യോററി എന്നത് കീഴ്ക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നടപടി അല്ലെങ്കിൽ പ്രോസസ്സിനെ ഹൈക്കോടതി റദ്ദാക്കുന്നതാണ്. പ്രൊഹിബിഷനും സെർഷ്യോററിയും സബോർഡിനേറ്റ്സ് കോർട്സിന്റെ അധികാര പരിധി ലംഘിക്കുന്നതിനെ വിലക്കുന്നു. അധികാരപരിധി ലംഘിച്ചുകൊണ്ട് ഒരു കീഴ്ക്കോടതി ഒരു വ്യക്തിക്ക് എതിരെ ഇഷ്യൂ ചെയ്യുന്ന ഉത്തരവ് ക്യാൻസൽ ചെയ്താൽ അത് പ്രൊഹിബിഷനും, അധികാരപരിധി ലംഘിച്ചുകൊണ്ട് ഒരു കീഴ്ക്കോടതി ഒരു വ്യക്തിയെ വിചാരണ ചെയ്താൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രോസസ് കീഴ്ക്കോടതിയിൽ നടന്നാൽ അത് നിർത്തിവെക്കുവാൻ ഹൈക്കോടതി ഉത്തരവിടുന്നതിനെ സെർഷ്യോററി എന്നും പറയുന്നു. കീഴ്ക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കുന്നതിനെ പ്രൊഹിബിഷൻ എന്നും കീഴ്ക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് റദ്ദാക്കുന്നതിനെ സെർഷ്യോററി എന്നും പറയുന്നു. സെർഷ്യോററി എന്നതിന്റെ അർത്ഥം ടു ബി സർട്ടിഫൈഡ് ഓർ ടു ബി ഇൻഫോംഡ് എന്നാണ്. വ്യക്തമായി പറഞ്ഞാൽ ഒരു ഹൈക്കോടതി കീഴ്ക്കോടതിയിലേക്കോ ട്രൈബ്യൂണലിലേക്കോ ഒന്നുകിൽ ഒരു കേസ് ഹൈക്കോർട്ടിന് കൈമാറുന്നതിനോ അല്ലെങ്കിൽ ഒരു കേസിലെ കീഴ്ക്കോടതിയുടെ ഉത്തരവ് ഇല്ലാതാക്കുന്നതിനോ പുറപ്പെടുവിക്കുന്ന റിറ്റാണ് സെർഷ്യോററി. എക്സസ് ഓഫ് ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ എറർ ഓഫ് ലോ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സെർഷ്യോററി ഇഷ്യൂ ചെയ്യുന്നത്. പ്രൊഹിബിഷൻ പ്രിവന്റീവ് മാത്രമാണ്, എന്നാൽ സെർഷ്യോററി പ്രിവന്റീവും ക്യൂറേറ്റീവുമാണ്. മുൻപ് സെർഷ്യോററി റിട്ട് ജുഡീഷ്യൽ ആൻഡ് ക്വാസി ജുഡീഷ്യൽ അധികാരികൾക്കെതിരെ മാത്രമേ ഇഷ്യൂ ചെയ്യാമായിരുന്നുള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റികൾക്കെതിരെ പറ്റില്ലായിരുന്നു. എന്നിരുന്നാലും വ്യക്തികളുടെ അവകാശങ്ങളെ, അതായത് റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വലിനെ ബാധിക്കുന്നതാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരികൾക്കെതിരെ പോലും സെർഷ്യോററി പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് 1991 സുപ്രീം കോടതി വിധിച്ചു. പ്രൊഹിബിഷൻ പോലെ തന്നെ ലെജിസ്ലേറ്റീവ് ബോഡീസ്, സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് എതിരെയൊന്നും സെർഷ്യോററി ലഭ്യമല്ല. അഡ്മിനിസ്ട്രേറ്റീവ് അധികാരികൾക്കെതിരെ പ്രൊഹിബിഷൻ ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല, എന്നാൽ സെർഷ്യോററി ഇഷ്യൂ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ഈസ് ക്യൂ വാറന്റോ. ക്യൂ വാറന്റോ എന്നതിന്റെ അർത്ഥം ബൈ വാട്ട് അതോറിറ്റി ഓർ വാറന്റ് എന്നാണ്. ഒരു വ്യക്തിയെ പൊതു ഓഫീസിലേക്ക് ക്ലെയിം ചെയ്യുന്നതിന്റെ നിയമസാധുത അന്വേഷിക്കാൻ കോടതി ഇത് പുറപ്പെടുവിക്കുന്നു. അതിനാൽ ഒരു വ്യക്തി പൊതു ഓഫീസ് നിയമവിരുദ്ധമായി പിടിച്ചെടുക്കുന്നത് ഇത് തടയുന്നു. ഒരു ചട്ടം അല്ലെങ്കിൽ ഭരണഘടന രൂപീകരിച്ച പബ്ലിക് ഓഫീസിൽ പെർമനന്റായി നിയമിക്കപ്പെട്ട വ്യക്തിക്ക് എതിരെ മാത്രമേ ക്യൂ വാറന്റോ ഇഷ്യൂ ചെയ്യാൻ കഴിയൂ. മിനിസ്റ്റീരിയൽ ഓഫീസ് അല്ലെങ്കിൽ സ്വകാര്യ ഓഫീസ് കേസുകളിൽ ക്യൂ വാറന്റോ ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. മറ്റ് 4 റിറ്റ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രശ്നം നേരിടുന്ന ഒരു വ്യക്തിക്ക് മാത്രമല്ലാതെ താൽപ്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും ഇത് അന്വേഷിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഒരു പബ്ലിക് ഓഫീസർ ആവുന്നതിന് എക്സാംസ് ക്വാളിഫൈ ചെയ്യുന്നതുൾപ്പെടെ ചില കാര്യങ്ങൾ നിയമപരമായി നടന്നിരിക്കണം. ഒരു പബ്ലിക് ഓഫീസറിന്റെ യോഗ്യതയിൽ സംശയം തോന്നിയാൽ, അതായത് ആ വ്യക്തി ആ ജോബിന് ഇനെലിജിബിൾ ആണെങ്കിൽ, കോടതി മുഖേന ഏത് വ്യക്തിക്കും പബ്ലിക് ഓഫീസർക്ക് എതിരെ ക്യൂ വാറന്റോ ആവശ്യപ്പെടാം. അതായത് കോടതി ആ ഓഫീസറിന്റെ എലിജിബിലിറ്റീസ് പ്രൂവ് ചെയ്യുന്നതിനായി റിട്ട് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും.